ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ സന്ദീപ് വാര്യർ ഇനി പാർട്ടിയുടെ വക്താവ്. ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കെ.പി.സി.സി വക്താവായി നിയമിച്ചു. ഇദ്ദേഹത്തെ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം ലിജു നേതാക്കൾക്ക് കത്തയച്ചു. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇനി ചാനൽ ചർച്ചകളിൽ സന്ദീപ് വാര്യർ പങ്കെടുക്കും. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് കെ.പി.സി.സി മീഡിയ വിഭാഗം ഇൻചാർജ്. അതേസമയം പാർട്ടി പുനഃസംഘടനയിൽ സന്ദീപ് വാര്യർക്ക് കൂടുതൽ പദവിയും പാർട്ടി നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. കെ.പി.സി.സി പുനഃസംഘടനയിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി പദവിയിലേക്കാണ് സന്ദീപിനെ പരിഗണിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ബി.ജെ.പി ക്യാമ്പിനെ ഞെട്ടിച്ച് സന്ദീപ് കോൺഗ്രസിലെത്തിയത്. പാലക്കാട് നഗരസഭയിൽ ഇന്നലെ വിമത യോഗം ചേർന്ന ബി.ജെ.പി കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം നടത്തിയത് സന്ദീപ് വാര്യരുടെ കൂടെ നേതൃത്വത്തിലായിരുന്നു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ബി.ജെ.പി വിട്ടെത്തിയ സന്ദീപ് വാര്യർ കോൺഗ്രസ് വേദികളിൽ സജീവമാണിപ്പോൾ. ദീപാദാസ് മുൻഷി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കളാണ് സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ബി.ജെ.പി വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന പാർട്ടിയാണെന്നും അഭിപ്രായം പറയാൻ പോലും ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ലെന്നും സന്ദീപ് ആഞ്ഞടിച്ചിരുന്നു. ഇനി ചാനൽ ചർച്ചയിൽ ബി.ജെ.പിയുടെ മുഖമായിരുന്നു സന്ദീപ് വാര്യർ. വക്താവായതോടെ കോൺഗ്രസിനു വേണ്ടി ചാനൽ ചർച്ചകളിൽ സന്ദീപ് പ്രത്യക്ഷപ്പെടും.